അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന 10th പ്രിലിമിനറി പരീക്ഷയുടെ ഡേറ്റ് PSC അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജൂലൈ മാസം 18-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് ഇതിനോടകം തന്നെ ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവിഷൻ സ്റ്റേജ് വരെ എത്തിയ ആൾക്കാരുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് പോലും നമ്മുടെ മുന്നിൽ 85 ദിവസത്തോളം സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഈ പരീക്ഷ എന്ന് പറയുന്നത്, ഇത് കടന്നാൽ മാത്രമേ നമുക്ക് LGS കമ്പനി ബോർഡ് LGS പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അതേപോലെ ബെക്കോ LD പരീക്ഷയും സ്റ്റോർമാൻ പരീക്ഷയെല്ലാം ഈ ഒരു ഫസ്റ്റ് പ്രിലിമിനറി കടന്നാൽ മാത്രമേ അതിന്റെ മെയിൻസിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സോ ഇനിയുള്ള ദിവസങ്ങൾ പോലും നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ കട്ട് ഓഫ് മാർക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഇനി ഒട്ടും സംശയിച്ച് ഓവർ തിങ്ക് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് പഠിക്കുക, കറക്റ്റ് ആയിട്ട് പോർഷൻസ് കവർ ചെയ്ത് അത് റിവിഷൻ ചെയ്യുക. ഏത് ഏരിയ ആണോ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സമയം മുന്നിലുണ്ട് കേട്ടോ, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇനി തുടങ്ങുന്നവർക്ക് പോലും അത് പഠിച്ചെടുത്ത് നല്ല രീതിയിൽ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള സമയം നിങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള പരീക്ഷകൾ പോലെയല്ല കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇനി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തോളൂ. മാക്സിമം പ്രീവിയസ് ഇയർ എക്സാമുകൾ പരിശീലിക്കുക. നമ്മുടെ എൻട്രി ആപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രി ആപ്പിൽ ഒരുപാട് പരീക്ഷകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മോക്ക് എക്സാംസ് എഴുതാൻ പറ്റും. അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ഹോം പേജ് നോക്കുമ്പോൾ തന്നെ കാണാം. അവിടെ പോയിട്ട് ഏത് ലെവൽ എക്സാം ആണ്, 10th പ്രിലിംസ് പരീക്ഷ നിങ്ങൾക്ക് എഴുതി നോക്കാം. മുമ്പത്തെ LGS തലങ്ങളിൽ നടന്ന പരീക്ഷ നിങ്ങൾക്ക് എഴുതി നോക്കാം. അങ്ങനെ എഴുതി തെളിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. മനസ്സിലാക്കി വെച്ചിരിക്കാം, നമ്മൾ വെറുതെ സിലബസ് മാത്രം കവർ ചെയ്തു പോയി ഡയറക്റ്റ് എക്സാം എഴുതാതിരിക്കുക. നെഗറ്റീവ് എങ്ങനെ കുറയ്ക്കാം, ടൈം മാനേജ്മെന്റ് എങ്ങനെ കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ മാക്സിമം മോക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. സോ എല്ലാവരും ആ ഫീച്ചേഴ്സ് ഒക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതെല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോ ഡേറ്റ് മറന്നു പോകരുത്. ജൂലൈ മാസം 18-ാം തീയതിയാണ്. എന്തായാലും അതിന്റെ കൺഫർമേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. മെയ് 11 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോ അതും മറന്നു പോകരുത്. നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല. ലാസ്റ്റ് ഡേറ്റ് നമ്മൾ അറിയാതെ പോകും, ഓർക്കത്തില്ല. അവസാനം ആ നല്ല നമ്മുടെ മുന്നിൽ വന്ന് വീണ ആ വമ്പൻ ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് ഇനി പിന്നീടത്തേക്ക് മാറ്റി വെക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾ പോയിട്ട് അതിന്റെ കൺഫർമേഷൻ കൊടുക്കുക. നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. മാക്സിമം മോക്ക് എക്സാംസ് ചെയ്യുക, മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും റിവിഷൻ ചെയ്യുക. പഠിച്ച ടോപ്പിക് അല്ലേ ഇനി നോക്കണോ എന്നൊക്കെ നമുക്ക് തോന്നും. പുതിയ ടോപ്പിക്കുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകും. പക്ഷെ കൺട്രോൾ യുവർ സെൽഫ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യാം. അവിടെ നിന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ സാധിക്കണം. സോ അതെല്ലാം മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. എക്സാംസ് ഒക്കെ നല്ലപോലെ പോയി എക്സാം എഴുതിയിട്ട് ഏറ്റവും ടോപ്പ് റാങ്കിൽ തന്നെ എത്താനായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.